മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരു വഴിക്ക് യാത്ര പുറപ്പെട്ടു. ഞങ്ങളുടെ മുമ്പിലുള്ള വാഹനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ സഫിയ ബീവി റളിയല്ലാഹു അൻഹ യാത്ര ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ കയറിയത് എന്റെ വാഹനത്തിലാണ്, സഫിയ ബീവി മുന്നിലെ വാഹനത്തിലുമുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യാത്ര പാതി വഴിയിലെത്തി. വിശ്രമിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചെറിയൊരു കുസൃതി ഒപ്പിക്കാൻ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ, സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്നിരുന്ന മുന്നിലത്തെ വാഹനത്തിൽ ഞാൻ കയറിയിരുന്നു. എന്റെ വാഹനത്തിൽ സഫിയ ബീവി റളിയല്ലാഹു അൻഹയെ ഞാൻ കയറ്റി ഇരുത്തുകയും ചെയ്തു. നബി തങ്ങൾ ഏതിലാണ് കയറുക എന്നറിയാൻ വേണ്ടി നബി തങ്ങൾ സാധാരണ പോലെ ആദ്യത്തെ വാഹനത്തിൽ ചെന്ന് നോക്കുമ്പോൾ അതിൽ ഞാൻ ഉണ്ടാവുകയില്ല. അപ്പോൾ നബി തങ്ങൾ എന്റെ വാഹനത്തിലേക്ക് വരുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നബി തങ്ങൾ വിശ്രമം കഴിഞ്ഞ് സാധാരണ കയറുന്ന വാഹനത്തിൽ വന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി തങ്ങൾ അതിൽ തന്നെ കയറി സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഇരുന്നു. കാരണം ഞാൻ ഇറങ്ങിയാൽ അത് സഫിയ ബീവിക്ക് ഒരു വിഷമമാവും എന്ന് കരുതി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെ യാത്ര മുന്നോട്ട് പോയി. നബി തങ്ങളും സഫിയ ബീവി റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോവുകയാണ്. ഞാൻ ബാക്കിൽ നിന്ന് എന്റെ വാഹനത്തിൽ നിന്ന് ആ യാത്ര കാണുകയാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെയായി. ഈ വാഹനം ഒന്ന് നിർത്തിയിട്ട് അവിടെ കാണുന്ന പുല്ലിലേക്ക് എന്റെ കാല് വെച്ചു കൊടുത്താലോ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. എന്തിനാണ് പുല്ലിലേക്ക് കാല് വെച്ചു കൊടുക്കുന്നത്? അതിൽ നിന്ന് പാമ്പ് കുത്തിയിട്ട് ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതൊന്നും കാണാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയാൻ. ഇത് പരിശുദ്ധമായ ഒരു ഹദീസാണ്. പ്രിയപ്പെട്ട തന്റെ ഭർത്താവ് മറ്റൊരു ഭാര്യയുടെ കൂടെ തന്നെയാണ്, എന്നാൽ പോലും അത് സഹിക്കാൻ കഴിയാത്തൊരു വേദന